പിന്നെ ഉള്ളത് നമ്മുടെ സർവീസസിനെ പറ്റി. മൂന്നാമത്തെ പില്ലർ എന്ന് പറയുന്നത് 5 പില്ലറെന്ന് ഞാൻ പറഞ്ഞല്ലോ. സേഫ്റ്റി, സാനിറ്റേഷൻ, ദെൻ സർവീസസ്. സർവീസ് എന്ന് പറയുന്നത് ഒരുപാട് കാര്യങ്ങൾ ഞാൻ എല്ലാം വിശദീകരിക്കുന്നില്ല. ബേസിക്കലി ദ വിഷൻ ഈസ് ടു അവിടുത്തെ പിൽഗ്രിംസിന് കിട്ടുന്ന സേവനങ്ങളൊക്കെ തന്നെ ഒരു ലെവൽ ഓഫ് എക്സലൻസിലേക്ക് ഉയരണം. അതിനുവേണ്ടി IT ആപ്ലിക്കേഷൻസ് വ്യാപകമാക്കും. എല്ലാ സർവീസുകളും IT എനേബിൾഡ് ആയിരിക്കും. അല്ലാതെ ഈ കാർബൺ വെച്ചിട്ട് രസീത് എഴുതുന്ന പരിപാടി ഈ വർഷത്തോടുകൂടി ശബരിമലയിൽ അവസാനിക്കും. പിന്നെ ക്യൂവിലിന്റെ മാനേജ്മെന്റ്, കാത്തു നിൽക്കുന്നവർക്ക് വെള്ളം കൊടുക്കുക തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളിൽ, ശൌചാലയ സൗകര്യങ്ങളുടെ അതിനകത്തൊക്കെ ഒരു പുതിയ സമീപനം തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ. ഏറ്റവും പ്രധാനമായിട്ടുള്ള വിരി വയ്ക്കാനുള്ള സ്ഥലങ്ങൾ, മാക്സിമം ഒരു 10,000-15,000 വിരി വയ്ക്കാനുള്ള പുതിയ സ്ഥലങ്ങൾ കണ്ടുപിടിച്ച് വിരി വയ്ക്കാനുള്ള സൗകര്യം ഉണ്ടാക്കണം. ഡോണർമാരുമായിട്ട് ചർച്ച ചെയ്തിട്ട് അവിടെ ഡോണർമാർ കൈയടക്കി വെച്ചിരിക്കുന്നത് അവർക്ക് എത്ര ദിവസത്തേക്കാണോ മുറി വേണ്ടത്, ബാക്കി മുറി നമുക്ക് ഉപയോഗിക്കാനുള്ള മുറികളായിട്ട് എടുക്കണം. മറ്റു പല വകുപ്പുകളിലെ ഉദ്യോഗസ്ഥന്മാരും കച്ചവടക്കാരും എല്ലാം കൈയടക്കി വെച്ചിട്ടുള്ള മുറികളുണ്ട്. ഇത് കോടതി ഒരിക്കൽ പറഞ്ഞതാണ് തിരിച്ചെടുക്കണമെന്ന്. അടിയന്തരമായിട്ട് അത് തിരിച്ചെടുക്കും. തിരിച്ചെടുത്തിട്ട് നമ്മൾ പൂൾ ചെയ്തിട്ട് അത് സുതാര്യമായിട്ട് നമ്മൾ കമ്പ്യൂട്ടർ വഴി തന്നെ ഇതിന്റെ അലൊക്കേഷൻ നടക്കും. ദർ വിൽ ബി മോർ റൂംസ്. പിന്നെ അങ്ങനെ അരവണ പ്രീ ബുക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട്. അതുപോലെ തന്നെ പോസ്റ്റിൽ അയച്ചു കൊടുക്കാനുള്ള സൗകര്യം. ഏറ്റവും പ്രധാനം ഈ സർവീസസ് എല്ലാം നടക്കണമെങ്കിൽ ഏപ്രിൽ 30 എന്തെല്ലാം മരാമത്ത് പണികൾ അവിടെ നടക്കണമോ അതിന്റെ മുഴുവൻ ലിസ്റ്റ് എടുത്തിട്ട് ഏപ്രിൽ 30 ടെൻഡർ ഫോർമാലിറ്റി തീരണം. സോ ദാറ്റ് ഒക്ടോബർ 15 അല്ലെങ്കിൽ ഒക്ടോബർ 30 അവിടുത്തെ ഈ മരാമത്ത് പണികളെല്ലാം തീർന്നിരിക്കണം. ദർ ഷുഡ് ബി നോ ലാസ്റ്റ് മിനിറ്റ് റഷ്. നമ്മൾ ഉദ്ദേശിക്കുന്ന നിലവാരത്തിൽ കംപ്ലീറ്റ് റിപ്പയർസ്, മെയിൻ്റനൻസ് കംപ്ലീറ്റ് ഇപ്പം തന്നെ തുടങ്ങണം. പിന്നെ ഉള്ളത് 2 പുതിയ പോയിന്റുകൾ. ദി ആംബിയൻസ് ആൻഡ് അപ്പിയറൻസ് ഓഫ് ശബരിമല. ഇപ്പോൾ വളരെ ക്ലംസി ആൻഡ് ഷാബിയാണ്. ചെല്ലുമ്പോൾ തന്നെ ടോയ്ലറ്റാണ് കാണുന്നത്. ഇതൊക്കെ ഒരു നാഷണൽ തീർത്ഥാടന കേന്ദ്രം എന്നുള്ള നിലയ്ക്ക് ആളുകൾ വരുമ്പോൾ അതിന്റെ അപ്പിയറൻസ് തന്നെ ഒന്ന് മാറണം. ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന്, സ്റ്റാൻഡർഡൈസ്ഡ് ഡിസൈൻ ഓഫ് ദ ഷോപ്സ്, ലെറ്ററിംഗ് സ്റ്റൈല്, അവിടെ വയ്ക്കുന്ന ബോർഡുകൾ ഒക്കെ തന്നെ സ്റ്റാൻഡർഡൈസ്ഡ് ആയിട്ട്. പിന്നുള്ളത് ലൈറ്റിങ്. നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് അറിഞ്ഞൂടാ, ശബരിമലയിൽ ഇത്രയും വലിയൊരു ക്ഷേത്രത്തിൽ കുറെ സീരിയൽ ലൈറ്റൊക്കെ വാരിയിട്ടിട്ടുണ്ട്. ഇങ്ങനെയൊന്നും ചെയ്യരുത്. അതൊക്കെ ഒരു ലൈറ്റ് ഡിസൈനറെ കൊണ്ട് തന്നെ ഇത്രയും പ്രധാനപ്പെട്ടുള്ള ക്ഷേത്രം പ്രോപ്പറായിട്ട് ലൈറ്റ് ചെയ്യണം. എന്നിട്ട് ഹരിവരാസനം പാടുമ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലുള്ള സങ്കല്പമാണ് കേട്ടോ, ഹരിവരാസനം പാടി അവസാനത്തെ സ്റ്റാൻസ് ആകുമ്പോൾ ആ ലൈറ്റ് പതുക്കെ ഡിം ചെയ്ത് അണയ്ക്കണം. അല്ലാതെ ചുമ്മാ പച്ചയും നീലയും ചുവപ്പുള്ള കുറെ സീരിയൽ വാരി വലിച്ചിടുന്ന സമീപനം, ഇതൊരു നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ള തീർത്ഥാടന കേന്ദ്രം, അങ്ങനെ തന്നെ പരിപാലിക്കണം. ഇതാണ്. പിന്നെ സന്നിധാനത്തിലും പമ്പയിലും ഈ ഉച്ചഭാഷിണി ഉപയോഗം നമ്മുടെ ഓഫീസർമാർ രാവിലെ തൊട്ട് തുടങ്ങും.